കത്തോലിക്ക മെത്രാൻ സമിതി, അതാണ് KCBC എന്ന് നമ്മൾ പറയാം. CBCIയുടെ കീഴിൽ 14 റീജിയൻസ് ആണുള്ളത്. അതിലൊരു റീജിയണൽ ബിഷപ്പ് കൗൺസിലാണ് KCBC. CBCIയുടെ കീഴിൽ 30 മെട്രാപ്പൊളിറ്റൻസ് ഉണ്ട്, മെത്രാപ്പൊലിത്തമാർ, അല്ലെങ്കിൽ 30 പ്രോവിൻസസ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ 30 പ്രോവിൻസസും 14 റീജിയണൽ ബിഷപ്സ് കൗൺസിൽസും ഉള്ളതാണ് CBCI. കേരള കത്തോലിക്ക മെത്രാൻ സമിതി ഈ 14-ൽ ഒന്നാണ്. കേരളത്തിന് മാത്രമായിട്ടാണ് ഈ കൗൺസിലുള്ളത്. ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇന്റർ സംസ്ഥാനങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് റീജിയണൽ ബിഷപ്പ് കൗൺസിൽസ് ഉള്ളത്. എന്നാൽ കേരളത്തിന് മാത്രമായിട്ട് നമുക്ക് ഒരു ബിഷപ്സ് കൗൺസിലുണ്ട്. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ കീഴിൽ 32 രൂപതകളുണ്ട്. 32 രൂപതകൾ. ആ 32 രൂപതയിലെയും മെത്രാന്മാർ ഈ കൗൺസിലിലെ അംഗങ്ങളാണ്. 32 മെത്രാന്മാർ മാത്രമല്ല, റിട്ടയർ ചെയ്ത അഭിനയ പിതാക്കന്മാരും സഹായ മെത്രാന്മാരും ഈ കൗൺസിലിൻ്റെ ഭാഗമാണ്. അപ്പോൾ KCBC യോഗങ്ങളിൽ സാധാരണഗതിയിൽ എല്ലാ രൂപതാ മെത്രാന്മാരും അവരുടെ സഹായ മെത്രാന്മാരും പങ്കെടുക്കും. റിട്ടയർ ചെയ്ത മെത്രാന്മാർ അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അവരും പങ്കെടുക്കും. വർഷത്തിൽ 3 പ്രാവശ്യമാണ് കേരള കത്തോലിക്ക മെത്രാൻ സമിതി യോഗം ചേരുന്നത്. 2 യോഗങ്ങൾ ഇവിടെ POCയിൽ വെച്ചാണ് നടക്കുന്നത്. ഒരു യോഗം കുറേ നാളുകളായിട്ട് മൗണ്ട് സെൻറ് തോമസിൽ വെച്ചാണ് നടക്കുന്നത്. അത് മെത്രാന്മാരുടെ വാർഷിക ധ്യാനവും കൂടി ഉൾപ്പെടുന്നത് കൊണ്ടാണ് കുറച്ചും കൂടി സൗകര്യത്തിനും പ്രാർത്ഥന അന്തരീക്ഷം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ശാന്തമായൊരു അന്തരീക്ഷം ലഭിക്കും എന്നുകൊണ്ടാണ് ധ്യാനത്തിൻ്റെ ആ സെഷൻ ഉൾപ്പെടുന്നത് KCBC അവിടെ വെച്ച് നടക്കുക. 3 KCBC യോഗങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതിലൊന്ന് ജൂൺ മാസമാണ് നടക്കുന്നത്, മറ്റൊന്ന് ഓഗസ്റ്റ് മാസമാണ് നടക്കുന്നത്, മൂന്നാമത്തേത് ഡിസംബർ മാസമാണ് നടക്കുന്നത്. ഈ 3 KCBC യോഗങ്ങളോടും അനുബന്ധിച്ച് 3 വ്യത്യസ്ത മീറ്റിങ്ങുകളും നമ്മൾ അതിനോട് ചേർത്ത് വയ്ക്കാറുണ്ട്. ജൂൺ മാസത്തിൽ കേരളത്തിലെ എല്ലാ റിലീജിയസ് കോൺഗ്രിഗേഷൻസിൻ്റെയും സുപ്പീരിയേഴ്സിൻ്റെ യോഗം, മെത്രാന്മാർ ഒരുമിച്ചുള്ളത്, KCMS എന്നാണ് റീജിയണൽ സുപ്പീരിയേഴ്സിൻ്റെ ആ കൗൺസിലിൻ്റെ ആ സംഘടനയുടെ പേര്. റിലീജിയസ് കമ്മീഷൻ്റെ കീഴിലാണ് ഈ സംഘടന വരുന്നത്. റിലീജിയസ് കമ്മീഷൻ്റെ ചെയർമാൻ KCBCയുടെ വൈസ് പ്രസിഡൻ്റാണ്. സാധാരണഗതിയിൽ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ KCBCയും KCMSഉം സംയുക്തമായിട്ടുള്ളൊരു യോഗം ജൂൺ മാസത്തെ KCBCയോട് അനുബന്ധിച്ച് ഉണ്ടാവും. ജൂൺ മാസം KCBC ആരംഭിക്കുന്നത് തന്നെ ഈ സംയുക്ത യോഗത്തോടുകൂടെ രാവിലെ 10 മണിക്ക് ആരംഭിക്കുകയാണ്. വൈകിട്ട് 4 മണി വരെ ഈ സംയുക്ത യോഗം നടക്കും. അപ്പോൾ ഈ കേരള സഭയിലെ റിലീജിയസ് കോൺഗ്രിഗേഷൻസ് എന്താണ്, സഭയുടെ പ്രവർത്തനങ്ങളിൽ അവരെങ്ങനെയാണ് ഭാഗവാക്കുകളാകുന്നത്, ആകേണ്ടത്, അതിൻ്റെ വിലയിരുത്തലുകളൊക്കെ നടക്കുന്നു. എങ്ങനെയാണ് ഡയസിസുകളിൽ അഭിനയ പിതാക്കന്മാരും അവിടുത്തെ സന്യാസിനികൾ അവരുടെ അജപാലന ദൗത്യത്തിൽ എങ്ങനെയാണ് ഭാഗവാക്കുകളാവുന്നത്, അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, പിതാവ് ഇടപെടേണ്ട മേഖലകൾ, വൈദികരും സന്യസ്തരും തമ്മിലുള്ള ബന്ധങ്ങൾ, സന്യസ്തരും ഇടവക സമൂഹങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ, സന്യസ്തരും സഭയുടെ സംഘടനകളും ഭക്തസംഘടനകളും ആയിട്ടുള്ള ബന്ധങ്ങൾ, ഇങ്ങനെ വിവിധങ്ങളായ വശങ്ങളെക്കുറിച്ച് അവിടെ എല്ലാവരും ആ ഇടപെടലുകളിൽ വരുന്ന ഉയർച്ച താഴ്ചകളെക്കുറിച്ച്, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, അവർ ഇൻവോൾവ്മെൻ്റ് കൊണ്ടുണ്ടാകുന്ന ആത്മീയമായ ഉത്കർഷങ്ങളെക്കുറിച്ചൊക്കെയുള്ളൊരു വിലയിരുത്തൽ ഈ സംയുക്ത സമ്മേളനത്തിൽ നടക്കുകയും പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിക്കുവാനായുള്ള നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇരുകൂട്ടരും സഹകരിച്ച് തങ്ങളുടെ അജപാലന ദൗത്യം ഭംഗിയായിട്ട് ദൈവമഹത്വത്തിന് ഉപകരിക്കുന്ന തക്കം ചെയ്യാനായിട്ടുള്ള ഒരു ധാരണയിലേക്ക് പോകും. അപ്പോൾ എല്ലാ വർഷവും ഈ ഒരു അവലോകന വിശദീകരണ യോഗങ്ങൾ ഉണ്ടാകുന്നത് അജപാലന പ്രവർത്തനങ്ങളിൽ കേരള സഭയെ വലിയ തോതിലാണ് സഹായിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തെ സമ്മേളനത്തിൽ തിയോളജിക്കൽ കൊളോക്യം നടക്കും.
അത് ദൈവശാസ്ത്ര കമ്മീഷനാണ്, ഡോക്ടറൽ കമ്മീഷനാണ് അത് നേതൃത്വം കൊടുക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിലെ KCBCയുടെ ആദ്യത്തെ ദിവസം രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെ കേരള സഭയിലെ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഒരു യോഗമാണ് നടക്കുന്നത്. ഏതെങ്കിലും ഒരു അജപാലനപരമായ വിഷയത്തെ ആസ്പദമാക്കി പേപ്പറുകൾ അവതരിപ്പിക്കുന്നു, ചർച്ചകൾ നടക്കുന്നു. ആ ചർച്ചകളിൽ പിതാക്കന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും ഇൻവോൾവ് ചെയ്തുകൊണ്ട് അവർ സഹകരിച്ച് ആശയങ്ങൾ പങ്കുവെച്ച് സഭയുടെ അജപാലനമായ പ്രവർത്തനങ്ങളിൽ ദൈവശാസ്ത്രപരമായ ഒരു സപ്പോർട്ട്, ഒരു പിൻബലം കൊടുക്കുന്നതിന് ഈ സമ്മേളനം കാരണമാകും. അപ്പോൾ ദൈവശാസ്ത്രജ്ഞന്മാർക്ക് അഭിനന്ദ പിതാക്കന്മാരോട് സംവേദിക്കുവാനായിട്ടുള്ള, അവരോട് ആശയവിനിമയം നടത്തുവാനുള്ള, ചില നിർദ്ദേശങ്ങൾ പറയാനുള്ള, ചില തിരുത്തലുകൾ പറയാനുള്ള സമയമാണ്. അത് വളരെ ഫലപ്രദമായിട്ടാണ് ഈ കഴിഞ്ഞ കാലങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. ഡിസംബർ മാസത്തിലെ KCBCയുടെ ആദ്യത്തെ ദിവസം KCC, അതായത് കേരള കാത്തലിക് കൗൺസിൽ, കേരള സഭയുടെ പാസ്റ്ററൽ കൗൺസിലാണ്. നമ്മുടെ എല്ലാ രൂപതകൾക്കും പാസ്റ്ററൽ കൗൺസിലുകളുണ്ട്, കേരള സഭയ്ക്കും പാസ്റ്ററൽ കൗൺസിലുണ്ട്. KCC എന്നാണ് അത് അറിയപ്പെടുന്നത്. KCCയിലെ എല്ലാ രൂപതകളിൽ നിന്നുമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും നോമിനേറ്റ് ചെയ്യപ്പെട്ട പ്രതിനിധികളും KCBCയുടെ വിവിധ കമ്മീഷൻ സെക്രട്ടറിമാരും ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർമാരും ഒക്കെ അതിനകത്ത് ഉൾപ്പെടും. ആ വലിയൊരു സമിതി അഭിനന്ദ പിതാക്കന്മാരുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് ആ ഒരു ദിവസം നമ്മൾ നടത്തുക. അപ്പോൾ പാസ്റ്ററലായിട്ടുള്ള ഇഷ്യൂസ് അവിടെ ചർച്ച ചെയ്യപ്പെടും, പൊതുവായ വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ സഭ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ ഒരു അജപാലനപരമായ ഒരു നിർദ്ദേശങ്ങൾ ആത്മായർക്ക്, വൈദികർക്ക്, സന്യസ്തർക്ക്, കമ്മീഷൻ സെക്രട്ടറിമാർക്ക്, ഡയറക്ടർമാർക്കൊക്കെ കൊടുക്കാനുള്ളൊരു അവസരമാണ്. അത് അഭിനന്ദ പിതാക്കന്മാർ ശ്രദ്ധയോടെ കേൾക്കുകയും അവരുമായിട്ടുള്ള ആ ആശയ വിനിമയത്തിലൂടെ അജപാലന പ്രവർത്തനങ്ങളിൽ കുറേയും കൂടി ഒരു മിഴിവ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഈ KCBCയുടെ 3 യോഗങ്ങളിലെ 3 വ്യത്യസ്ത സമ്മേളനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് സ്വാഭാവികമായിട്ടും അഭിനന്ദ പിതാക്കന്മാരുടെ അജപാലന പ്രവർത്തനങ്ങളിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന യോഗങ്ങളാണ്. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയിലെ ഒരു വലിയ പ്രത്യേകത, എനിക്ക് തോന്നുന്നു മറ്റ് ഇടങ്ങളിലില്ലാത്ത ഒരു വലിയ പ്രത്യേകത, 3 സുയി യൂരിസ് ചർച്ചസ് ഒരുമിച്ച് കൂടുന്നു എന്നുള്ളതാണ്. സിറോ മലബാർ സഭ, സിറോ മലങ്കര സഭ, ലാറ്റിൻ സഭ, 3 വ്യത്യസ്ത റീത്തുകൾ ഒരുമിച്ച് ചേരുന്ന ഒരു മനോഹരമായ സംഗമസ്ഥാനമാണ് കേരളം. കേരളത്തിൻ്റെ മെത്രാൻ സമിതിയിൽ ഈ 3 സഭകളിലും പെട്ട, 3 റീത്തുകളിലും പെട്ട അഭിനന്ദ പിതാക്കന്മാർ അംഗങ്ങളാണ്. ഇതിൻ്റെ സവിശേഷത, ഈ 3 റീത്തുകളെയും കുറിച്ച് മനോഹരമായിട്ട് പഠിക്കാനും 3 റീത്തിലെയും മെത്രാന്മാർക്കും, വൈദികർക്കും, അൽമായർക്കും, സന്യസ്തർക്കും അവരുടെ അജപാലന പ്രവർത്തനങ്ങളെ വളരെ മനോഹരമായി ബ്ലെൻഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. വ്യത്യസ്തമായ ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട്, അതുപോലെ തന്നെ പ്രവർത്തന ശൈലിയുണ്ട്, ദൈവവിളികളെ സമ്പന്നമാണ്. അങ്ങനെ 3 സഭകളും വളരെ നല്ല പാരസ്പര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ റീജിയണൽ ബിഷപ്പ് കൗൺസിലിന് മറ്റ് റീജിയണൽ ബിഷപ്പ് കൗൺസിലുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രത്യേകത അല്ലെങ്കിൽ ദൗത്യം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. തോമാസ് ലീഹായിൽ നിന്ന് തന്നെയാണ്, ഈശോയുടെ ശിഷ്യന്മാരിൽ ഒരാളായ തോമാസ് ലീഹായിൽ നിന്ന് തന്നെ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ വിശ്വാസം സ്വീകരിക്കാൻ സാധിച്ച ഒരു സഭയാണ് കേരളത്തിലെ, ഇന്ത്യയിലെ സഭ. അതുകൊണ്ട് തന്നെ ആ പാരമ്പര്യം, 2000-ലധികം വർഷത്തെ പാരമ്പര്യം, റോമായിലെ സഭയോടോ അന്ത്യോക്യയിലെ സഭയോടോ അല്ലെങ്കിൽ കൊറിന്തിലെ സഭയോടോ ഒക്കെ ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു മഹത്തായ പാരമ്പര്യമുള്ള സഭയാണ് ഇന്ത്യൻ സഭ. പ്രത്യേകിച്ചും കേരളത്തിൽ ശക്തമായി വളർന്ന സിറോ മലബാർ സഭ. ആദ്യത്തെ 6 നൂറ്റാണ്ടുകളിൽ ഇന്ത്യൻ സഭ എന്ന രീതിയിൽ ഇന്ത്യയുടെ തനതായ ശൈലിയിൽ മുന്നോട്ട് പോയ ഈ സഭ 6-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ പേർഷ്യയിലെ സഭയുമായിട്ട് സമ്പർക്കത്തിലാവുകയും അവിടെ നിന്ന് മെത്രാന്മാർ വന്ന് അജപാലനപരമായ നേതൃത്വം കൊടുക്കുകയും ചെയ്തതാണ്. 16-ാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസുകാരും പിന്നീട് ഇംഗ്ലീഷുകാരും ഒക്കെ ഇവിടെ വന്നപ്പോൾ വെസ്റ്റേൺ സഭയുടെ, പാശ്ചാത്യ സഭയുടെ വലിയൊരു സ്വാധീനം ഇവിടുത്തെ സഭയിൽ ഉണ്ടാവുകയും കുറെ കൂടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടെ അജപാലന ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള
ഒരു വാതായനം തുറക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ചരിത്രപരമായിട്ട് വ്യത്യസ്തമായ കാലങ്ങളിൽ വ്യത്യസ്തമായ ശൈലിയിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ റീത്തിൻ്റെ സ്വാധീനത്തിൽ വളർന്ന ഒരു പശ്ചാത്തലം കേരള സഭയ്ക്കുണ്ട്. 16-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഇവിടെ ലാറ്റിൻ സഭ വരുന്നത്. പോർച്ചുഗീസുകാരുടെ ആഗമനത്തോടു കൂടിയാണ് ഇവിടെ ലാറ്റിൻ സഭയുടെ ഉത്ഭവം. ലാറ്റിൻ സഭയുടെ ഉത്ഭവത്തോടുകൂടെ കേരളത്തിലെ സിറിയാനി സഭയും ലാറ്റിൻ സഭയും എന്ന രണ്ട് വ്യത്യസ്ത സഭകൾ അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള കത്തോലിക്ക വിശ്വാസ പാരമ്പര്യം വളർന്നു വന്നു. പിന്നീട് ഉദയംപേരൂർ സ്കൂളിന് ശേഷം ഉണ്ടായ ഒരു പിളർപ്പ്, ആ പിളർപ്പ് നമുക്കറിയാം, കൂനംകുരിശ് സത്യത്തോടുകൂടി ഉണ്ടായ പിളർപ്പ്. ഇവിടെ ഉണ്ടായ പിളർപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടി റോമിൽ നിന്ന് വളരെ വലിയ ഇടപെടൽ നടത്തുകയുണ്ടായി. എങ്കിലും പുത്തൻകൂറ്റുകാര് പഴയ കൂറ്റുകാര് എന്ന രീതിയിൽ വേർതിരിഞ്ഞ സുറിയാനി സഭയിൽ കത്തോലിക്ക സഭയുമായി പുനരയിക്കപ്പെട്ട് മാർപ്പാപ്പയുമായി വിധേയത്വം പുലർത്തി വന്നവര് പഴയ കൂറ്റുകാരും മാർപ്പാപ്പയുമായിട്ട് അല്ലെങ്കിൽ വിദേശ മിഷണറിമാരുടെ കീഴിൽ വരാൻ ഒരു താല്പര്യമില്ലാതെ മാറി നിന്ന ആളുകൾ പുത്തൻകൂറ്റുകാരുമായിട്ട് അറിയപ്പെട്ടു. ഏറെ നാളുകൾക്ക് ശേഷം പേർഷ്യൻ സഭയിൽ നിന്ന് ഇവിടെ വന്ന യാക്കോബ് എന്ന പേരുള്ള മെത്രാന്റെ നേതൃത്വം ഈ പുത്തൻകൂറ്റുകാർ സ്വീകരിക്കുകയുണ്ടായി. പിന്നീട് യാക്കോബ് മെത്രാന്റെ നേതൃത്വം സ്വീകരിച്ച അവര് യാക്കോബിറ്റ്സ് എന്നറിയപ്പെടാൻ തുടങ്ങി. നീണ്ട വർഷങ്ങൾ ഈ രണ്ട് സഭാവിഭാഗങ്ങൾ കേരളത്തിൽ മുന്നോട്ട് പോയി. 1930 മാർ ഇവാനിയോസ് മെത്രാപ്പൊലിത്തായുടെ നേതൃത്വത്തിൽ ഒരു ഗണം ഈ യാക്കോബായ സഭയിൽപ്പെട്ട ഒരു ഗണം ആളുകൾ കത്തോലിക്ക സഭയിൽ പുനരയിക്കപ്പെടാൻ അതിയായി ആഗ്രഹിക്കുകയും അന്നത്തെ കൊല്ലം രൂപതാധ്യക്ഷനായിരുന്ന ബെൻസിംഗർ പിതാവുമായിട്ട് സംസാരിക്കുകയും സുദീർഘമായ ചർച്ചകൾക്ക് ശേഷം റോമിൽ നിന്ന് അനുവാദം വാങ്ങിച്ച് 1930 കത്തോലിക്ക സഭയുമായി പുനരയിക്കപ്പെട്ട് അവരതുവരെ അനുഷ്ഠിച്ചു പോകുന്ന അതേ ലിറ്റർജിക്കൽ പാരമ്പര്യം തുടരാനുള്ള അനുവാദത്തോടു കൂടെ മലങ്കര കത്തോലിക്ക സഭ എന്ന പേരിൽ ഒരു കത്തോലിക്ക സഭാ വിഭാഗം മാർ ഇവാനിയോസിന്റെ നേതൃത്വത്തിൽ ഇവിടെ രൂപം കൊള്ളുകയുണ്ടായി. അങ്ങനെ കേരള സഭാ ചരിത്രത്തിൽ സുറിയാനി സഭയും പിന്നീട് ലത്തീൻ സഭയും പിന്നീട് മലങ്കര സഭയും എന്ന 3 വ്യത്യസ്ത റീത്തിൽപ്പെട്ട കത്തോലിക്ക കൂട്ടായ്മ ഉണ്ടായി. കത്തോലിക്ക സഭ എന്ന് പറയുന്ന ആ ഒരു കുടുംബത്തിൽ ഈ 3 വ്യത്യസ്ത റീത്തിലെയും അംഗങ്ങൾക്ക് ഒരുപോലെ തന്നെ ഒരേ ദൗത്യവും ഒരേ വിശ്വാസവും ഒരേ മാമോദീസായും ഉണ്ട് എന്ന തിരിച്ചറിവും ബോധ്യവും അവരൊരുമിച്ച് നിൽക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും സഹായിക്കുന്നു എന്നതാണ് വളരെ വലിയൊരു പിൻബലമായിട്ട് ആ വിശ്വാസം മുറുകെ പിടിക്കാൻ സാധിക്കുന്നു എന്നതാണ് കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ഒരു വലിയ പ്രസക്തി എന്ന് ഞാൻ മനസ്സിലാക്കുക. KCBC എന്നൊരു കൺസെപ്റ്റ് നേരത്തെ തന്നെ പിതാക്കന്മാരുടെ ഇടയിൽ കത്തോലിക്ക മെത്രാൻ സമിതി എന്ന രീതിയിൽ ഉണ്ടായിരുന്നു. അവിടെ ആദ്യത്തെ പിതാക്കന്മാർ തന്നെ പല സ്ഥലങ്ങളിൽ അവരുടെ ആസ്ഥാന അന്ന് പിതാക്കന്മാരുടെ എണ്ണം കുറവായിരുന്നത് കൊണ്ട് അവർക്ക് അവിടെ അവരുടെ തന്നെ രൂപത കേന്ദ്രങ്ങളിൽ സമ്മേളിക്കാൻ സാധിക്കുമായിരുന്നു. തൃശ്ശൂർ രൂപതയിൽ നിന്നുള്ള ജോസഫ് കണ്ണത്തച്ഛൻ അച്ഛൻ്റെ ഒരു തീസിസിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിരുന്നു കേരളത്തിൽ ഒരു പാസ്റ്ററൽ സെൻറ്റർ വേണം, കേരള സഭയ്ക്ക് ഒരു പാസ്റ്ററൽ സെൻറ്റർ വേണം എന്നുള്ള ഒരു കൺസെപ്റ്റ്. അദ്ദേഹം റോമിൽ സമർപ്പിച്ച തൻ്റെ പഠന തീസിസിൻ്റെ സബ്ജക്റ്റ് തന്നെ കേരളത്തിലെ സഭയ്ക്ക് ഒരു പാസ്റ്ററൽ സെൻറ്റർ വേണം എന്നുള്ള ആശയമായിരുന്നു. ആ ആശയം വളരെ വിജയകരമായി അദ്ദേഹം സബ്മിറ്റ് ചെയ്യുകയും അത് അംഗീകരിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ തീസിസ് കഴിഞ്ഞ് പഠനം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് ഈ തീസിസുമായിട്ട് നമ്മുടെ അഭിമന്യ പിതാക്കന്മാരെ കേരളത്തിലെ പിതാക്കന്മാരെ അന്നത്തെ പിതാക്കന്മാരെ സമീപിക്കുകയുണ്ടായി. കേരളത്തിന് പൊതുവായൊരു അജപാലന കേന്ദ്രം എന്ന ആശയത്തിൻ്റെ സഫലീകരണത്തിനായി അന്ന് ആലുവ മംഗലപ്പുഴ സെമിനാരിയുടെ റെക്ടറായിരുന്ന പെരിയ ബഹുമാനപ്പെട്ട മൈക്കിൾ ഏഞ്ചലച്ചൻ കേരളത്തിലെ എല്ലാ മെത്രാന്മാർക്കും കത്ത് എഴുതുകയുണ്ടായി. കണ്ണത്തച്ഛൻ്റെ ഒരു
സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈക്കിൾ ഏഞ്ചൽ അച്ഛനും കൂടെ ഇനിഷ്യേറ്റീവ് എടുത്തു എന്നാണ് അതിൽ നമ്മൾ മനസ്സിലാക്കുക. പിന്നീട് തൃശ്ശൂർ രൂപതാധ്യക്ഷനായിരുന്ന ജോർജ് ആലപ്പാട്ട് തിരുമേനി അന്നത്തെ തൻ്റെ സഹപ്രവർത്തകരായ സഹമെത്രാന്മാർക്ക് ഈ ആശയം പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു കത്തയച്ചു. അതിനിടയ്ക്ക് കണ്ണത്തച്ഛൻ അന്നത്തെ 7 രൂപതകളാണ് ഉണ്ടായിരുന്നത്. ആ 7 രൂപതകളിലെയും മെത്രാന്മാരെ നേരിട്ട് കണ്ട് സംസാരിച്ചു. അങ്ങനെ എല്ലാവരുടെയും നിർലോഭമായ ഒരു പ്രോത്സാഹനം ഈ ഒരു ആശയത്തെ സാക്ഷാത്കരിക്കാനായിട്ട് ഉണ്ടായിരുന്നു എന്നത് ഈ ഒരു ആശയത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുക. അന്നത്തെ അഭിനന്ദ പിതാക്കന്മാർക്ക് അന്ന് മംഗലപ്പുഴ സെമിനാരി റെക്ടറായിരുന്ന മൈക്കിൾ ഏഞ്ചൽ എന്ന് പറയുന്ന വൈദികന്, മെത്രാന്മാർക്ക് എല്ലാവർക്കും ഈ ആശയം എന്തുമാത്രം സ്വീകാര്യമായിരുന്നു എന്നത് കണ്ണത്തച്ഛൻ്റെ ഈ ആശയം കാലത്തിന് അതീതമായൊരു ചിന്തയായിരുന്നു എന്ന ഒരു ബോധ്യം നമുക്കിപ്പോൾ നൽകുകയാണ്. പാസ്റ്ററൽ ഓറിയൻറ്റേഷൻ സെൻറ്റർ തുടങ്ങുന്നതിനും അതിൻ്റെ പ്രവർത്തനത്തിനെ സഹായിക്കുന്ന നിയമാവലി രൂപപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ അഭിനന്ദ പിതാക്കന്മാർ നിയമിക്കുകയുണ്ടായി. ആ കമ്മീഷൻ്റെ ചെയർമാനായി തിരുവനന്തപുരം അതിരൂപതയുടെ അന്നത്തെ അധ്യക്ഷൻ ബെനഡിക്ട് മാർ ഗ്രിഗോരിയോസ് പിതാവ്, വൈസ് ചെയർമാനായിട്ട് അന്ന് ആലുവ മംഗലപ്പുഴ സെമിനാരിയുടെ റെക്ടറായിരുന്ന ഫാദർ ഡൊമിനിക് OCD അച്ഛനെയും സെക്രട്ടറി ആയിട്ട് ഫാദർ ജോസഫ് കണ്ണത്തച്ഛനെയാണ് നിശ്ചയിച്ചത്. അങ്ങനെ ആദ്യത്തെ POC കമ്മീഷൻ ചെയർമാൻ ഗ്രിഗോരിയോസ് പിതാവും വൈസ് ചെയർമാൻ ഡൊമിനിക് അച്ഛനും സെക്രട്ടറി കണ്ണത്തച്ഛനുമായിരുന്നു. ഇവരാണ് ഇതിൻ്റെ KCBCക്ക് ഒരു ആസ്ഥാന കാര്യാലയം, ഒരു പാസ്റ്ററൽ സെൻറ്റർ എന്ന കൺസെപ്റ്റിന് ശക്തമായ ഒരു പിൻബലം കൊടുക്കാനായിട്ട് പരിശ്രമിച്ചത്. അതിൻ്റെ വെളിച്ചത്തിൽ അവർ പല സ്ഥലങ്ങൾ കണ്ടു. അവസാനം ഇപ്പോൾ ഈ POC ആയിരിക്കുന്ന സ്ഥലം കണ്ണത്തച്ഛൻ്റെ നേതൃത്വത്തിൽ പർച്ചേസ് ചെയ്ത് ഇവിടെ കണ്ണത്തച്ഛൻ ഡിസൈൻ ചെയ്ത കെട്ടിടങ്ങളാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. അച്ഛനത് വളരെ നല്ല കാഴ്ചപ്പാടോടുകൂടെ, ദീർഘവീക്ഷണത്തോടുകൂടെ കേരള സഭയുടെ ഒരു പാസ്റ്ററൽ സെൻറ്റർ രൂപീകരിച്ചു. അതിനുശേഷം എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് രൂപതകൾ പാസ്റ്റർ സെൻറ്ററുകൾ വരുന്നത്. അപ്പോൾ കേരള സഭയ്ക്ക് ഒരു പാസ്റ്റർ സെൻറ്റർ ഉണ്ട്. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഇന്ത്യയിലെ മറ്റ് റീജിയണൽ ബിഷപ്പ് കൗൺസിലുകൾക്ക് ഇതുപോലെ ഒരു പാസ്റ്റർ സെൻറ്റർ ഇല്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. മറ്റ് റീജിയനുകൾക്കൊന്നും ഇതുപോലെയുള്ള ഒരു ആസ്ഥാന കാര്യാലയം സ്വന്തമായിട്ടില്ല എന്നത് ഓർക്കണം. അവിടെയാണ് കണ്ണത്തച്ഛൻ എന്ന് പറയുന്ന ഒരു ദീർഘദർശിയുടെ വലിയ സഭാസ്നേഹം നമ്മൾ തിരിച്ചറിയുന്നത്. സഭയ്ക്ക്, കേരള സഭയ്ക്ക് ഇതുപോലൊരു ആസ്ഥാന കാര്യാലയവും ഒരു സെക്രട്ടേറിയറ്റും ഒരു പാസ്റ്റർ സെൻറ്ററും ഒക്കെ പ്രവർത്തന നിരതമായപ്പോൾ സഭയുടെ അജപാലന പ്രവർത്തനങ്ങൾക്ക് വലിയ ഒരു പിൻബലമായിട്ട് ഈ പ്രസ്ഥാനം മാറിയിരിക്കുകയാണ്. കേരള സഭയ്ക്ക് ഇത്രയും വലിയൊരു സംഭാവന നൽകിയ ആദരണീയനായ കണ്ണത്തച്ഛൻ 2022 ഡിസംബർ 13 കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സ്മരണ എന്നും നിലനിൽക്കും ഈ POC ഉള്ളിടത്തോളം കാലം. POC അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകമായിട്ട് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് ഒരു അതിശയോക്തിയായി തോന്നാമെങ്കിലും അദ്ദേഹത്തിൻ്റെ ചോരയും നീരും അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നവും ഇവിടെ ഈ POCയിൽ, ഇതിൻ്റെ അകത്തളങ്ങളിൽ, ഇതിൻ്റെ കാറ്റിൽ ഒക്കെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണത്തച്ഛൻ എന്ന് പറയുന്ന ആ ഒരു ദീർഘദർശിയുടെ ഒരു വലിയ നിശബ്ദ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കൗൺസിലിന്, മെത്രാൻ സമിതിയുടെ കീഴിൽ 21 കമ്മീഷൻസ് ഉണ്ട്. നമുക്കറിയാം ഒരു സംസ്ഥാനത്തിന് പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉള്ളതുപോലെ, പല മന്ത്രിമാരുടെ പല വകുപ്പുകളുള്ളതുപോലെ KCBCക്ക് 21 കമ്മീഷൻസ് ആണ് ഉള്ളത്. ഓരോ കമ്മീഷൻ്റെ കീഴിലും ചില ഡിപ്പാർട്ട്മെൻറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ 21 കമ്മീഷൻ. ഒരു കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 3 പിതാക്കന്മാരാണ് അതിനകത്തുള്ളത്. ഒരു ചെയർമാനും 2 വൈസ് ചെയർമാന്മാരും പിന്നെ ഒരു വൈദികനോ ആത്മായനോ ഒരു സന്യാസിയോ ആകുന്ന ആൾ സെക്രട്ടറിയുമായിട്ടുള്ള ഒരു കമ്മീഷനാണ് രൂപം കൊള്ളുന്നത്. അങ്ങനെ 21 കമ്മീഷൻസ്
ആ 21 കമ്മീഷനുകളാണ് ഈ KCBC എടുക്കുന്ന, പിതാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് എടുക്കുന്ന നയങ്ങൾ, തീരുമാനങ്ങൾ അതെല്ലാം നടപ്പിൽ വരുത്തുന്നത്, അജപാലനപരമായ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം കൊടുക്കുന്നത് ഈ വിവിധ കമ്മീഷൻസാണ്. ഇപ്പോൾ KCBCയുടെ പ്രസിഡന്റ് ആയിരിക്കുന്നത് മലങ്കര കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയൂസ് ക്ലീമിസ് കാതോലിക്ക ബാവയാണ്. ഇതിൻ്റെ സെക്രട്ടറി ജനറൽ ആയിരിക്കുന്നത് കണ്ണൂർ രൂപതയുടെ അധ്യക്ഷൻ അഭിമന്യ അലക്സ് വടക്കന്തല പിതാവാണ്. KCBCയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് സിറോ മലബാർ സഭയിലെ ഇരിങ്ങാലക്കുട രൂപതയുടെ അധ്യക്ഷനായിരിക്കുന്ന അഭിമന്യ മാർപ്പോളി കണ്ണുക്കാടൻ പിതാവാണ്. ഞാൻ ഇതിൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലായിട്ടും. അങ്ങനെ ഈ KCBCയുടെ ഔദ്യോഗിക ഭാരവാഹികൾ ഈ 4 പേരാണ്. അതിന് താഴെ ഈ വിവിധ കമ്മീഷൻസ്, ഞാൻ പറഞ്ഞത് 21 കമ്മീഷൻസ്, അതിൻ്റെ സെക്രട്ടറിമാർ പ്രവർത്തിക്കുന്നു. അതിൽ 10ഓളം സെക്രട്ടറിമാർ POCയിൽ ഇപ്പോൾ താമസിക്കുന്നു. മറ്റുള്ളവരെല്ലാവരും അവരായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ ആവശ്യ സമയങ്ങളിൽ മീറ്റിങ്ങിനും മറ്റുമായിട്ട് POCയിൽ വരുന്നു, യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു. അതല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് അവർ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു, പ്രവർത്തനങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകും. കേരള കത്തോലിക്ക മെത്രാൻ സമിതി അത് ഇന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു പേരാണ്. കേരളത്തിൻ്റെ പൊതു ഇടങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുന്ന പ്രതികരണങ്ങളിൽ ഒന്ന് KCBCയുടേതാണ്. പൊതുവിഷയങ്ങളിൽ KCBC എങ്ങനെ പ്രതികരിക്കുന്നു, അത് രാഷ്ട്രീയമാകാം, സാമൂഹികമാകാം, സാംസ്കാരികമാകാം, അതുപോലെ തന്നെ മതപരമായ വിഷയങ്ങളാവാം. എങ്ങനെയാണ് KCBC അതിനോട് പ്രതികരിക്കുന്നതെന്ന് വളരെ ശ്രദ്ധാപൂർവം ഇവിടുത്തെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും പൊതുസമൂഹവും ഒക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഈ കാലയളവിൽ ഇതിൻ്റെ സെക്രട്ടറി എന്ന രീതിയിൽ POCയുടെ ഡയറക്ടർ എന്ന രീതിയിൽ പ്രവർത്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എപ്പോഴും KCBCയുടെ പ്രതികരണത്തിന് വലിയ പ്രാധാന്യമാണ് പൊതുസമൂഹവും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടും ഗൗരവത്തോടും അതുപോലെ തന്നെ ഉത്തരവാദിത്ത ബോധത്തോടും കൂടിയാണ് KCBCയുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. സാർവത്രിക സഭയിൽ പരിശുദ്ധ മാർപ്പാപ്പ ഇറക്കുന്ന പ്രബോധനപരമായ ലേഖനങ്ങൾ, ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ മാർപ്പാപ്പ നൽകുന്ന പ്രബോധനപരമായ പ്രസംഗങ്ങൾ, അതിനോടെല്ലാം പൊതുസമൂഹം പ്രതികരിക്കുമ്പോൾ അതിനെ KCBCയുടെ ശബ്ദത്തിലൂടെയാണ് അവർ കേൾക്കുന്നത്, അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുസമൂഹം അക്കാര്യം ശ്രദ്ധിക്കും. അപ്പോൾ സാർവത്രിക സഭയും അതുപോലെ തന്നെ ഇന്ത്യയിൽ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന CBCI നൽകുന്ന നിർദ്ദേശങ്ങൾ, CBCയുടെ പൊതു തീരുമാനങ്ങൾ, നയങ്ങൾ, ഇതെല്ലാം പൊതുസമൂഹത്തിൽ എങ്ങനെ പ്രതിഫലിക്കും, എങ്ങനെ കേരള സമൂഹത്തെ സ്വാധീനിക്കും എന്നെല്ലാം KCBCയുടെ ശബ്ദത്തിലൂടെ കേൾക്കാനാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ CBCIയുടെയും പരിശുദ്ധ പാപ്പായുടെയും ഒക്കെ പ്രബോധനങ്ങളെയും നിർദ്ദേശങ്ങളെയും KCBC ഈ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ചില രാഷ്ട്രീയ വിഷയങ്ങൾ, രാഷ്ട്രീയ നേതാക്കന്മാരെടുക്കുന്ന ചില നയങ്ങൾ, അവർ മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഗവൺമെൻറ് എടുക്കുന്ന ചില തീരുമാനങ്ങൾ, ചില നയ രൂപീകരണങ്ങൾ, അവയെക്കുറിച്ചുള്ള ഈ കത്തോലിക്ക സഭയുടെ പ്രതികരണം ഇതര സഭകളും കേൾക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതും ഉത്തരവാദിത്തപൂർണമായ ആദരവോടുകൂടെ തന്നെ KCBC പ്രതികരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതര മതങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുമ്പോൾ അവിടെയും കരുതലോടുകൂടെ സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധയോടുകൂടെ KCBC പ്രതികരിക്കാറുണ്ട്. അങ്ങനെ സമഗ്രമായിട്ടുള്ള ഒരു ഇടപെടൽ ഉത്തരവാദിത്ത ബോധത്തോടും ഗൗരവത്തോടും കൂടെയാണ് കേരളത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതി ചെയ്തു വരുന്നത്. അതിനെ പൊതുസമൂഹം അർഹിക്കുന്ന ആദരവോടും ബഹുമാനത്തോടും ഗൗരവത്തോടും കൂടെ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഈ സംഘടനയുടെ പ്രസക്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതര സഭകൾ തമ്മിലുള്ള ബന്ധം അത് വളരെ ഊഷ്മളമായിരിക്കാനും ഹൃദ്യമായിരിക്കാനും സൗഹാർദ്ദപരമായിരിക്കാനും KCBC എപ്പോഴും ശ്രദ്ധിക്കും. ഒരു ക്രൈസ്തവ സമൂഹത്തിനും
ബുദ്ധിമുട്ടുണ്ടാകാത്തതും അവരെ പൊതുസമൂഹത്തിൽ ഒറ്റപ്പെടുത്താത്തതുമായ നിലപാടുകളായിരിക്കും പലപ്പോഴും KCBC കൈക്കൊള്ളുന്നത്. അവരെ കേൾക്കാനും മനസ്സിലാക്കാനും അവരുന്നയിക്കുന്ന ആശയങ്ങളെ ഉൾക്കൊള്ളാനും ഒക്കെയുള്ള തുറവി എപ്പോഴും KCBC കാണിച്ചിട്ടുണ്ട്. കത്തോലിക്ക മെത്രാൻ സമിതി പൊതുവെ ഒരു തുറന്ന സമീപനമാണ് ഇതര മതങ്ങളോടും ഇതര ക്രൈസ്തവ സഭകളോടും ഒക്കെ പുലർത്തിയിട്ടുള്ളത്. പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ സഹോദരന്മാരെന്ന രീതിയിൽ സാഹോദര്യത്തോടു കൂടെയാണ് എല്ലാവരെയും നോക്കിക്കാണുന്നതും ഇടപെടുന്നതും പ്രവർത്തനങ്ങളിൽ അവരെ സഹകരിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, കേരള ക്രൈസ്തവർ കാർഷിക മേഖലയിൽ, അതുപോലെ തന്നെ മത്സ്യബന്ധന മേഖലയിൽ, ഇൻഡസ്ട്രിയൽ മേഖലയിൽ ഒക്കെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നവരാണ്. അവിടെയൊക്കെ അവർ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. തീരദേശ മേഖലയിലുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും വേലിയേറ്റ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത്, കടൽക്ഷോഭത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ തീരദേശത്തുള്ളവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള CSR പോലെയുള്ള നിയമങ്ങളുടെ പേരിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മലയോര മേഖലകളിലുള്ള ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അവിടെ കൊണ്ടുവന്നിട്ടുള്ള പരിസ്ഥിതി നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അസ്വസ്ഥതകൾ, ഇങ്ങനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൊണ്ടുവരുന്ന നിയമങ്ങളും അവർ നടപ്പിലാക്കുന്ന ചില നയങ്ങളും ചില നിയമനിർമ്മാണങ്ങളും ഒക്കെ പൊതുസമൂഹത്തിലെ ജനങ്ങളെ കാതലായിട്ട് ബാധിക്കുമ്പോൾ ജനങ്ങളുടെ ശബ്ദമായി ഈ സർക്കാരുകളുമായി ചർച്ചകൾ നടത്താനും ഉത്തരവാദിത്തപ്പെട്ടവരുമായി സംവാദങ്ങളിൽ ഏർപ്പെടാനും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാരുമായി ലൈസണിങ് നടത്താനും ഒക്കെ KCBC എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ ഒപ്പം നിൽക്കാനും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ശബ്ദമായി മാറാനും KCBC എക്കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്പോഴും പ്രവർത്തന ശൈലിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. KCBCയുടെയും POCയുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മളിതുവരെ പൊതുവെ ചർച്ച ചെയ്തത്. KCBCയുടെ ആസ്ഥാന കാര്യാലയമാണ് പാലാരിവട്ടത്തുള്ള ഈ പാസ്റ്ററൽ ഓറിയൻറ്റേഷൻ സെൻറ്റർ POC. നമ്മളിതിനെ സെക്രട്ടേറിയറ്റ് എന്നും കൂടി വിശേഷിപ്പിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 21 കമ്മീഷൻസിൻ്റെയും സെക്രട്ടറിമാരുടെ പ്രവർത്തന മേഖല ഇതായതുകൊണ്ട് അവരുടെ ഓഫീസുകളും പ്രവർത്തനങ്ങളുടെ അവരുടെ സഹകാരികളായിട്ടുള്ള സ്റ്റാഫെല്ലാം ഇവിടെ തന്നെ ആയതുകൊണ്ടുമാണ് ഇതിനെ സെക്രട്ടേറിയറ്റ് എന്ന് വിശേഷിപ്പിക്കുക. ഗവൺമെൻറ്റുമായിട്ടും അതുപോലെ തന്നെ ഇതര മത സമൂഹങ്ങളുമായിട്ടുള്ള ലൈസണിങ് വർക്കുകൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നതും ഈ ഓഫീസ് ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സെക്രട്ടേറിയറ്റ് എന്നും കൂടി വിശേഷിപ്പിക്കുക. ഈ സെക്രട്ടേറിയറ്റ് ഒരു തുറന്ന സമീപനമാണ് പൊതുസമൂഹത്തോട് എപ്പോഴും പുലർത്തുന്നത്. ഇവിടെ വിവിധ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ നിന്നുള്ളവർ വരാറുണ്ട്. വിവിധ മതങ്ങളിലുള്ള ആളുകൾ, നേതാക്കന്മാരും അണികളുമായിട്ടുള്ള ആളുകൾ വരാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ വിവിധ സമുദായങ്ങളിൽ നിന്നുള്ള ആളുകൾ വരാറുണ്ട്, സംസാരിക്കാറുണ്ട്. എല്ലാവരെയും വളരെ ഹൃദ്യമായി സ്വീകരിക്കുന്ന ഒരു കത്തോലിക്ക സഭയുടെ ഒരു പൊതുവേദി എന്ന രീതിയിലാണ് ഈ POCയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഇവിടുത്തെ പാലാരിവട്ടത്തിലെ ജനങ്ങളുമായിട്ടും വളരെ ഹൃദ്യമായ ഒരു സൗഹൃദമാണ് POC പുലർത്തുന്നത്. മാധ്യമപ്രവർത്തകർ, ഇതര സാമൂഹിക സംഘടനാ പ്രവർത്തകർ, ഇവരൊക്കെ എപ്പോഴും വളരെ സന്തോഷത്തോടുകൂടി കയറി വരുന്ന ഒരു ഇടമാണ് ഈ POCയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നൽകുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എപ്പോഴും ഒരു തുറന്നു കിടക്കുന്ന ഈ ഒരു സഭയുടെ കേന്ദ്ര കാര്യാലയം എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവരെയും സ്വീകരിക്കാനുമുള്ള നല്ല മനസ്സോടുകൂടെ ഈ തുറന്നു കിടക്കുന്ന ഈ ആസ്ഥാന കാര്യാലയത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾക്കും കത്തോലിക്ക സഭയുടെ ആ സൗഹൃദവും സ്നേഹവും കൂട്ടായ്മയും ബോധ്യപ്പെടും. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദ്യമായിട്ട് അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാവരും പറയുന്നത് ഇവിടെ കിട്ടുന്ന സ്വീകാര്യത ഹൃദ്യമായ ഒരു സ്വീകാര്യതയാണ്, പരിഗണിക്കപ്പെടുന്ന ഒരു സ്വീകാര്യത ഇവിടെ കിട്ടുന്നുണ്ട് എന്ന് എല്ലാവരും ഞങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും POCയിലേക്ക് കടന്നു വരാം. കത്തോലിക്ക സഭയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം, സഭയുടെ പ്രവർത്തനങ്ങളെ അടുത്തറിയാം. അങ്ങനെ ഈ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ കത്തോലിക്ക സഭയുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്കും ഭാഗഭാക്കാകാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഹൃദ്യമായ നന്ദി, സ്നേഹം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഇവിടെ നമ്മൾ KCBCയെക്കുറിച്ചാണ്
നമ്മൾ സംസാരിച്ചത്. KCBCയുടെ ആരംഭം, അതിന് POC പാസ്റ്ററൽ സെൻറ്ററിൻ്റെ ആരംഭം, അതിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഇപ്പോൾ സംസാരിക്കുകയുണ്ടായി. അടുത്തത് നമ്മൾ സംസാരിക്കുന്നത് വിവിധ കമ്മീഷൻസിനെ കുറിച്ച്, ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ചാണ്. KCBCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ കമ്മീഷൻസ്, ആ കമ്മീഷൻ്റെ കീഴിലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതിൻ്റെ സാരഥികൾ, അതിൻ്റെ പ്രവർത്തന രീതികൾ, അവയെക്കുറിച്ചെല്ലാം നമ്മൾ വീണ്ടും അടുത്ത ഇതിൽ സംസാരിക്കുന്നതാണ്.